ഹലോ ഗൈസ്, പെർമനൻറ്റ് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടി സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ. ഞാനിപ്പോൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അടിപൊളി ഫേസ് പാക്കാണ്, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരു പെർമനൻറ്റ് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്യാറുള്ളതാണ് ഒരു പെർമനൻറ്റ് സ്കിൻ ബ്രൈറ്റനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. പെർമനൻറ്റ് സ്കിൻ ബ്രൈറ്റനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെളുക്കും എന്നല്ല ഞാൻ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ എങ്ങനെ യൂസ് ചെയ്യണമെന്നും അതുപോലെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുന്ന രീതിയിൽ കറക്റ്റ് ഡേയ്സ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം തേച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മുടെ സ്കിന്ന് ഒരു മാറ്റം സംഭവിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മസൂർ ദാലാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ഒരു ചുമന്ന പരിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നതാണ്. സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇതൊരു വലിയ പൈസയൊന്നും ആവില്ല കേട്ടോ. ഒരു 40 50 ഒരു 100 രൂപയ്ക്ക് അകത്തൊക്കെ കിട്ടുന്നതായിരിക്കും. ഒരു വലിയ പാക്കറ്റിൽ കിട്ടുന്നതായിരിക്കും. അത് ഭയങ്കര ഈസി ആയിട്ട് അവൈലബിൾ ആണ്. കാരണം ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എപ്പോഴും പൊടിച്ചാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളിന് ഒരു ചെറിയ ഒരു ക്രീം ഷെയ്ഡിലാണ് ഇരിക്കുന്നത്. കറക്റ്റ് മഞ്ഞ കളറല്ല. ഇപ്പോൾ പാക്കറ്റിൽ കിട്ടുന്നതൊക്കെ കറക്റ്റ് മഞ്ഞ കളറിലാണ്. അത് പ്രശ്നമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്ന ഓട്സ് പൗഡറാണ്. നിങ്ങൾക്ക് ഓട്സ് പൗഡറോ റൈസ് പൗഡറോ അല്ലാന്നുണ്ടെങ്കിൽ കൂരവിൻ്റെ പൊടിയില്ലേ, അതും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ വെള്ളം വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ടാൻ ഒരുപാട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ളത്തിന് പകരം തൈര് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തേന് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. തേനും അതുപോലെ തൈരൊക്കെ നമുക്ക് ടാൻ റിമൂവലിന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ടാൻ ഒരുപാടുള്ളവരാണെന്നുണ്ടെങ്കിൽ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തൈര് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്ന സംഭവം. പക്ഷേ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്നും കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് വീഡിയോസൊന്നും ഞാൻ കംപ്ലീറ്റ് ഇട്ടിട്ടില്ല. കാരണം ഒരുപാട് വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒരുപാട് ഇടാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയതിന് ശേഷം അപ്ലൈ ചെയ്യുക, അതാണ് നല്ലത്. പിന്നെ വൈകിട്ട് സമയത്ത് അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ രാവിലെ പുറത്ത് പോകുന്നതിന് മുന്നേ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ വെയിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഒരുപാട് ഓവറായിട്ട് ടാൻ ആവാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ എന്ത് ഫേസ് പാക്ക് ആയിരുന്നാലും ശരി, നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വെളിയിൽ പോകുന്ന സമയത്ത് ടാൻ ആവും. ഇപ്പം ഞാൻ ഫേസ് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഇരുന്ന് നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടില്ല, പക്ഷേ ഹാഫ് ഡ്രൈ ആണ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ഹാഫ് ഡ്രൈ എന്ന് പറയുന്നത്. അത് നമുക്ക് ഫേസിൽ ഇനി റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമുക്ക് കാണിച്ചു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന്. ഇത് ഫസ്റ്റ് വാഷിൽ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും. അത് കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. നല്ല രീതിയിലൊരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിലുണ്ടാക്കാൻ അത് സാധിക്കുന്നതാണ്. പിന്നെ ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യും. അതായത് ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിക്കേണ്ട, അടുത്ത ദിവസം ഉപയോഗിക്കുക. അങ്ങനെ ആഴ്ചയിൽ ഓരോ ദിവസം ഇടവിട്ട് ഉപയോഗിക്കാൻ നോക്കുക. അതാണ് നല്ലതെന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, വൈകിട്ട് സമയത്ത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം കറക്റ്റായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. കാരണം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെയിലടിച്ച് കഴിഞ്ഞാൽ ടാന് ഇരട്ടിയാവാനുള്ള സാധ്യതയുണ്ട്. ഇത് നാച്ചുറൽ പ്രൊഡക്ട്സ് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് പിറ്റേ ദിവസം ഉറപ്പായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടിയതും പോവും, പിന്നെ ടാനും അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലുപരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഇത് എത്ര നാൾ യൂസ് ചെയ്താൽ ഇത് പെർമനൻറ്റ് ആകുമെന്ന് ചോദിക്കുന്നവരടുത്ത് ഒരുപാട് നാളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മാസമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് കയ്യിലും കാലിലും മുഖത്തും ഒരുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് കയ്യിലും കാലിലും മുഖത്തും അപ്ലൈ ചെയ്യാൻ, അൺഡ്രാംസിൽ അപ്ലൈ ചെയ്യാൻ, പ്രൈവറ്റ് പാർട്ട് ഒഴിക്കും. നിങ്ങൾക്ക് എവിടെ വേണോ അപ്ലൈ ചെയ്യാൻ. ടാൻ ഉള്ള സ്ഥലങ്ങളിൽ തൈരും കൂടി ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. ഉറപ്പായിട്ടും
ഉറപ്പാണ് ഗൈസ്, അടിപൊളി റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന്. എനിക്കിങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ തന്നെ ഉപയോഗിച്ച് നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന്. ഞാനിപ്പോൾ ഫൗണ്ടേഷനൊന്നും ഇട്ടിട്ടല്ല ഈ കാണിക്കുന്നത്. ഇത്രയും അധികം ഞാനിങ്ങനെ ഉറച്ച് കഴുകുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിൽ കമൻറ്റ്സ് വരുന്നതാണ്. ആക്ച്വലി ഫൗണ്ടേഷൻ ഇട്ട് ഇത്രയും അധികം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഫൗണ്ടേഷൻ ഇളകാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഭയങ്കര സിമ്പിളായിട്ടൊരു ഫേസ് പാക്കാണ്. ഇതിലും സിമ്പിളായിട്ടൊരു ഫേസ് പാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത്രയും പെർമനൻ്റ് ആയിട്ട് സ്കിൻ ബ്രൈറ്റനിങ്ങിന് സഹായിക്കുന്ന വേറൊരു ഫേസ് പാക്ക് കാണില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ചിറ്റ ബൈ ബൈ ഉമ്മ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടൊരു ഫേസ് പാക്കാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെന്നെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ കുറേ കാര്യങ്ങൾ, കുറേ ഫേസ് പാക്കും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.